ഞാൻ ഓൾറെഡി ഇത് ഇട്ടുപോയി. അത് ഞാൻ വേറൊരു ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വാ ബി ഇത് വാ, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ലോങ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡു, ഐ എം ഗോയിങ് ടു അപ്ലൈ ദിസ് മാസ്ക് ടു മൈ ഹസ്ബൻഡ്. വാ എനിക്കേ നമുക്ക് ലോങ് വീഡിയോ ഇടണം. എന്താ പില്ലോ ഒക്കെ കിടന്നേരും എന്നാലും എനിക്ക് ഫേസ് കാണാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നാലേ ക്യാമറയിൽ കാണുള്ളൂ. എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കേ. എന്റെ ഫേസിൽ കളിക്കല്ലേ എങ്ങനെ ഇരിക്കണം? എന്നോട് എന്നെ അധികം സംസാരിപ്പിക്കരുത്. സംസാരം പോരെ? അത് അമർത്തല്ല, ഒന്നും ചെയ്യില്ലേ. കുറച്ച് താത്ത എന്റെ ഇങ്ങനെ ഈ ഭാഗം കിട്ടൂലേ സാധനം. അതെന്തായാലും ഇല്ല വാ, എനക്ക് ക്യാമറേന്റെ മുമ്പിൽ തരണ്ടേ. ഇപ്പം വാ. മര്യാദക്ക് ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെന്ന് പറഞ്ഞേ. ഫേസ് മാസ്കിന് ഇതിപ്പം ഒരുമാതിരി. ഇത് ഫേസ് മസാജ് അല്ല, ഫേസ് മാസ്ക് ആണ്. അതെ, അത് റിലാക്സിങ് ആവില്ലേ? ഒന്ന് കേറിയിരിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇടുന്ന. ഇതെന്താ ഇത്? മാസ്ക്. ഓക്കെ, നീ ആദ്യമായിട്ടല്ലേ ഇടുന്നേ? ഓക്കെ, ഇത് തേച്ചിട്ടെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാം. നീ ശരിക്കും തടിയാനായിട്ടുണ്ട് കേട്ടോ അബി. അങ്ങനെയൊന്നുമില്ല ഇല്ലട്ടെ, ഉണ്ടാവും. അതെങ്ങനെ ആദ്യം ഇങ്ങനെ വെക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിന്റെ ഫേസിനനുസരിച്ചിട്ട് ആക്കുക. ലിപ്സിനാണ് പറയണേ. ഇത് ആക്ച്വലി മീശയും താടിയൊന്നും ഇല്ലാത്ത ആൾക്കാണ് നല്ല. പക്ഷെ ഫേസിൽ ഹെയർ ഇല്ലേ, അപ്പോൾ ഫേസ് ഫുൾ ക്ലീൻ ഷേവ് അടിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്കിന്നിലേക്കാവും. ഇതിപ്പോൾ താടിയിലൊക്കെ അല്ലേ ആവുന്നത്. എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടാ. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചാലോ ഇത്? ഇഷ്ടപ്പെടാനുള്ളത് ഇത് ശരിക്കും നനഞ്ഞ തുണി എടുത്ത് മൂത്ത് വെച്ചോലില്ലേ? പക്ഷെ നന്ന തുണിയല്ലല്ലോ, ഇതിലെന്തല്ലോ ഉണ്ട്. ഒരു വീക്ക്ലി വൺസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? നല്ലൊരു തണുപ്പൊക്കെ കിട്ടുന്നില്ലേ? നല്ല ഒരു സുഖമില്ലേ? മീശയിലേക്ക് വെച്ച ടിഷ്യൂ മഞ്ഞെടുത്തിട്ട് വീട് താണ്ട് വാക്കിലേക്ക് ഇട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ വെളുത്തല്ലോ. ഇത് ഇടുമ്പോ അങ്ങനെ തോന്നും, പക്ഷെ നോ, ഒറ്റ ഇത് ഇടുമ്പോഴത്തേക്കും അങ്ങനെ വെളുക്കൊന്നുമില്ല. നശിപ്പിക്കല്ലേ? ഈ മീശയും സെറ്റ് ആയിരുന്നു. ആ മൊത്ത സാധനം മുകളിലേക്ക് എത്തിച്ചോ. കറക്റ്റാ. ആക്ച്വലി ക്ലീൻ ഷേവ് അടിച്ചിട്ട് ചെയ്യണം. ഇത് മീശയും ഇതെല്ലാം മുഖത്ത് ഫുള്ള് രോമായി കഴിഞ്ഞാൽ പിന്നെ ഇടടിയ നിൽക്കുക. ഓക്കെ, നിനക്ക് ഇത് മുറിച്ചല്ലോടാ, ഇതെന്റെ വായിലേക്ക് വന്നു കൊടുക്കുന്നു. ഒരു ഡബിൾ ടേപ്പ് എടുത്ത് ഒട്ടിക്കോടാ. ഇതിന്റെ പേർപ്പസ് എന്നാ അതറിയാമല്ലോ. ഇതില് ആ ഒരു സ്ലൈമി കൈൻഡ് ഓഫ് ആ ലിക്വിഡ് നമ്മളെ ഫേസിൽ അബ്സോർബ് ആവും. എന്നിട്ട് ആ സ്കിന്നിന് നറിഷ്മെന്റ് കിട്ടും. ഇത് നോക്ക്, റിയൽ ക്യാപ്സ്യൂൾ മാസ്ക്. ദ ഒപ്റ്റിമം സ്കിൻ കണ്ടീഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ caviar extract to make elastic and moisturizing. ഇതിനൊരു 15 മിനിറ്റ്. യോ
യോ നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി അടിപൊളി ആയതുകൊണ്ട്, നമ്മുടെ സ്കിന്നെല്ലാം സൂപ്പർ ആയതുകൊണ്ട് അറിയില്ല എങ്ങനെയാണ് ഉണ്ടാവാന്ന്. ലെറ്റ്സ് സീ ആഫ്റ്റർ 15 to 20 minutes. ഊരി വെച്ച സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാം നമുക്ക് ആ ടൈം. അബി വാ, അബി വാ, നമുക്കിത് റിമൂവ് ചെയ്യാലോ. ഗൈസ്, മര്യാദയ്ക്ക് ഇട്ടിട്ടില്ലേ കണ്ണിലും മൂക്കിലും വായിലെല്ലാം ആവും. ഓക്കെ, സോ ഐ എം ഗോണ റിമൂവ് ദിസ് ആൻഡ് സീ ദ മാജിക്. മാജിക് ആയോ ഇല്ലയോ എന്ന് അറിയില്ല. അബി ഒന്ന് മര്യാദയ്ക്ക്. എന്നാൽ ഞാൻ റിമൂവ് ചെയ്യട്ടെ. ഇത് ചെറുതായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് എന്തായാലും സൂപ്പറായിരുന്നു. ആക്ച്വലി ഇത് ഇട്ടിട്ട് നല്ല കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സുഖം. ബ്ലാക്ക് നാക്കും നിനക്കറിയാം എന്നാ വ്യത്യാസം. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? എന്താ ചെറുതായിട്ടൊന്ന് ഒരു ഗ്ലോ ഉള്ള പോലെ അല്ലേ? നിന്റെ പറിക്കാനൊന്നുമില്ല, ഫുള്ള് താടീൻ്റെ അടുത്തെല്ലാം ഇളകിയിട്ടല്ലേ. എന്തുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ തുടച്ചോ? നോക്കട്ടെ. ഒരു നല്ല ഹൈഡ്രേറ്റഡ് ആയ ഒരു ഫീലുണ്ട്, വേറെ ഒന്നുമില്ല. ഇതെല്ലാം കൊല്ലത്തിലൊരിക്കൽ ചെയ്താൽ പോരാ, നമ്മളെ സ്കിന്നൊരു വീക്ക്ലി വൺസ് എങ്കിലും അതിർത്തിയൊക്കെയല്ലേ വേണ്ടത്. നമ്മള് പൊരിച്ച് കളഞ്ഞ് 3-4 ചട്ടി അത് ഉണങ്ങിപ്പോയിട്ടല്ലേ. ഓക്കെ, അപ്പോ അത്രയുള്ളൂ എന്ത് പരിപാടി. സോ യെസ്, ഇത് നമ്മുടെ കുട്ടി വ്ളോഗായിരുന്നു. ഇതിനെ വ്ളോഗാന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ സാരല്ല അല്ലേ, നീ ആദ്യമായിട്ടല്ലേ എൻ്റെ വ്ളോഗിൽ വരുന്നേ അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല, നമ്മളെ ഒരു ഇതുണ്ട്, മറ്റേ ലൈറ്റ് ശരിയാക്കുന്ന വ്ളോഗുണ്ട്. ഓക്കെ, എന്തെങ്കിലും എൻ്റെ ഓഡിയൻസിനോട് പറയാനുണ്ടോ? സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഒന്ന് മര്യാദക്ക് ഈ ഭാഗം ടച്ച് നോക്ക്. എന്നാ തണുക്കുന്നുണ്ട്, നല്ല ഹൈഡ്രേഷൻ ഉണ്ട്. ഓക്കെ ഗായ്സ്, സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഇടുന്നത്. ഞാൻ എൻ്റെ മുഖത്ത് ഒരു പരീക്ഷണങ്ങളും, ഞാൻ എൻ്റെ ഫേസിൽ അങ്ങനെ പരീക്ഷണങ്ങളൊന്നും പരീക്ഷിക്കാറില്ല. ബിക്കോസ് എനിക്ക് നാച്ചുറലി തന്നെ വലിയ തരക്കേടില്ലാത്ത സ്കിന്ന്. ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോൾ നീ സിനിമ കാണുന്നേ. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ നാച്ചുറലി തന്നെ എൻ്റെ സ്കിന്ന് വലിയ തരക്കേടില്ലാത്ത ഒരു സ്കിന്നായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ചെയ്യുന്നവർ ചെയ്തോ, അത് അവരുടെ ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ മുഖത്ത് എന്ന് വെച്ചിട്ട് നല്ല ക്ലിയർ സ്കിന്നൊന്നുമല്ല, അവിടെ കുത്തുകൊമ്പെല്ലാം ഉണ്ട്. സ്റ്റിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കതില്ലാണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും മേക്കപ്പ് പഠിക്കണം എന്നൊക്കെ ഉണ്ട്. ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു.